ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇന്നപ്പോൾ ഇവിടെ ദേശഗുരുതിയും ദേശവിളക്ക് മഹോത്സവവും കൂടിയാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് എടുക്കാനാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. അപ്പോൾ അതാ കാണുന്നതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ എൻട്രൻസ്. ആ ഫ്രണ്ടിൽ കാണുന്ന AM റോഡ് പെരുമ്പാവൂരാണ്. അപ്പോൾ പാലക്കാട് പാലം കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ തന്നെ ആയിട്ടാണ് നമ്മുടെ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അവിടെ തന്നെ നമുക്ക് ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. അവിടെ നിങ്ങൾ കയറി വരുമ്പോഴുള്ള വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ വഴി ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ കാണുന്നതാണ് ഇതെല്ലാം നമ്മുടെ അമ്പലത്തിൻ്റെ സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ പണ്ട് ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇവിടെ ആളുകളൊക്കെ കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ ആ ഒരു ഭംഗിയിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നേരത്തെയൊക്കെ ഇവിടെ ചുമ്മാ പ്ലെയിൻ ആയിട്ട് എടുക്കാമായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ഒരു കാട് അല്ലെങ്കിൽ ഒരു കാവ് എന്നൊക്കെ പറയുന്ന രീതിയിലായിട്ടുണ്ട്. പക്ഷേ കൃഷിയാണ്. പക്ഷെ പണ്ട് കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് പണ്ട് കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ വാഴ കൃഷിയാണെങ്കിലും അത്യാവശ്യം ഒരു കാടിൻ്റെ ഒരു ഫീൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ കാവിലേക്ക് വരുമ്പോൾ നല്ലൊരു തണുപ്പും നല്ല രസമായിരുന്നു. ഇപ്പോൾ അതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞ് ഇവിടെ മണ്ണൊക്കെ എടുത്ത് ആകെ പോയി ഭയങ്കര ഫ്ലാറ്റായിട്ട് കിടക്കായിരുന്നു. ഇപ്പോൾ അതേ വീണ്ടും ആ ഒരു പഴയ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. അതിന് പുറകിൽ നക്ഷത്രവനങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടുന്ന് ആ കാണുന്നതാണ് നമ്മുടെ കാവ്. അവിടെ വലിയ ആലും മരങ്ങളും പിന്നെ നാഗരാജാവ് നാഗയക്ഷി ഒക്കെ ഉണ്ട്. ഭഗവതി ക്ഷേത്രമാണിത്. പാലക്കാട് ഭഗവതി ക്ഷേത്രമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കാവിൻ്റെ വിശേഷങ്ങളും പിന്നെ ദേശവിളക്ക് മഹോത്സവവും പിന്നെ ഗുരുതിയൊക്കെ നമുക്കിന്ന് കാണാം ഈ ഒരു വീഡിയോയിലൂടെ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഫുള്ള് വീഡിയോ കാണാൻ ശ്രമിക്കുക. നല്ലൊരു അടിപൊളി വീഡിയോ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത് ഇപ്പോൾ കൃഷിയാണ്. പണ്ട് ഇവിടെ നല്ല കാടായിരുന്നു, തിക്ക് ഫോറസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ വെട്ടിക്കളഞ്ഞ് ഇവിടെ ആളുകൾ ഇപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് ഇത് നിരപ്പായി കിടക്കായിരുന്നു. പിന്നെ ഇപ്പോൾ വീണ്ടും കൃഷിയൊക്കെ വന്ന് ആ ഒരു പഴയ ഒരു ഭംഗിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മൊത്തം പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം മൊത്തം കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് നേരെ കാവിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ നക്ഷത്രവനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദേശവിളക്കും പിന്നെ ദേശഗുരുതിയാണ് നമ്മുടെ ഇന്നത്തെ കാവിൽ നിന്ന് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ ഇവിടെ കാവ് അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് അലങ്കരിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദേശവിളക്കും ദേശഗുരുതിയൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടു തീർക്കാം. അതിനു മുമ്പ് നമ്മുടെ കാവിൻ്റെ അവിടെ ആളുകൾ എന്താണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് മ്യൂസിക്കൊക്കെ ഇട്ട് പെട്ടെന്നൊന്ന് കണ്ടു തീർക്കാം. അതിനുശേഷം വീട്ടിൽ പോയി കുളിച്ചിട്ട് വന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ. അതായത് 8 മണിക്ക് ശേഷമാണ് ദേശഗുരുതിയും ദേശവിളക്കും പരിപാടികളൊക്കെ ആരംഭിക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ആരംഭിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വരെ ഉണ്ടാവാറുണ്ട്. എതിരേൽപ്പ് പിന്നെ നമ്മുടെ കനലിക്കൂടെ നടക്കുക അങ്ങനത്തെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ചെണ്ടമേളവും പിന്നെ ദേശഗുരുതിയും ദേശവിളക്കായിട്ട് ബന്ധപ്പെട്ട് രാത്രിയിലത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ. പണ്ടെന്ന് പറയുമ്പോൾ രാവിലെ 3 മണി 4 മണിയായിട്ട് പരിപാടികൾ ഉണ്ടായതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് പരിപാടികളൊക്കെ കാണാം.
ഇന്ന് ചുറ്റി നടന്നു വരുമ്പോൾ എവിടെ ആയിട്ട് നക്ഷത്രവനം കാണാം. അവിടെ ഇപ്പോൾ കൊറോണയൊക്കെ വന്ന് പിന്നെ ആരും അങ്ങോട്ട് പോകാത്തതുകൊണ്ട് ഇപ്പോൾ അവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കാണ്. അപ്പോൾ അവിടെ നക്ഷത്രവനത്തിലുള്ള എല്ലാ നക്ഷത്രത്തിലുള്ള മരങ്ങളും അവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാമ്പൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് അവിടെ പോയി എല്ലാ മരങ്ങളും കാണാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ കാടൊക്കെ വെട്ടി തെളിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി വന്നിട്ട് എല്ലാ മരങ്ങളും കാണാം. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ നക്ഷത്രവനങ്ങളൊക്കെ ഉള്ളത്. നമ്മളത് അവിടെ നിന്നാണ് കയറി വരുന്നത്. അതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കാവിൻ്റെ കിണറാണിത്. നമ്മുടെ അടുത്തൊരു കവാടം. ഇത് നമ്മുടെ എണ്ണയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ്. എണ്ണ പിന്നെ കാവിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുള്ളൊരു സ്റ്റോറാണത്. അപ്പോൾ ഇതൊക്കെ നക്ഷത്രവനത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ കാവിൻ്റെ തന്നെ സ്ഥലങ്ങളാണ്. അപ്പോൾ ദേശവിളക്കായതുകൊണ്ട് കാവ് മൊത്തം അലങ്കരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. രാത്രിയാണ് പരിപാടി തുടങ്ങുന്നത്. രാത്രി തുടങ്ങി കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴാണ് തീരുള്ളൂ. അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാവ് മൊത്തം അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. പിന്നല്ല സന്തോഷം ഇല്ലാണ്ട് വീഡിയോ ഇടോ? പിന്നല്ലാതെ പിന്നല്ലാണ്ട് ഇതെന്റെ ചാനലില് പിന്നല്ല നമ്മളെ തകർത്ത്. ഇവിടെയാണ് നമ്മുടെ നാഗരാജാവിന്റെ നാഗയക്ഷിയുടെ ഒക്കെ ക്ഷേത്രമായിട്ട് പണിതാണ്. രണ്ടാമത് പണിതാണ്. അമ്പലം പുതുക്കി പണിതതിനു ശേഷം ഇങ്ങോട്ടേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാഗരാജാവും നാഗയക്ഷിയും. തൊട്ടടുത്തായിട്ട് ഇവിടെ കുളമൊക്കെ ഉണ്ട്. ഇതിലേയും പോയി കഴിഞ്ഞാൽ നമ്മുടെ നക്ഷത്രവനത്തിലേക്കാണ് പോണത്. ഇവിടെ ചെറിയ വഴിയൊക്കെ ഉണ്ട് നക്ഷത്രവനത്തിലേക്ക് പോകാനുള്ള. അപ്പോൾ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ള ഏരിയ ആണ്. പണ്ട് ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതായിരുന്നു. ഇപ്പോൾ അതൊക്കെ വെട്ടി പിന്നെ രണ്ടാമത് വെച്ച് പിടിപ്പിച്ചാണ് ഇതെല്ലാം. പണ്ടത്തെ ആ ഒരു മനോഹാരിതയിലേക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കാവിലെ തിരുമേനി. ഒരു 10-15 വർഷത്തോളമായിട്ട് ആൾ തന്നെയാണ് നമ്മുടെ ഈ കാവിലെ തിരുമേനിയായിട്ട് അനുഷ്ഠിച്ചു പോരുന്നത്. ഇവിടെ ഒരു വലിയ ആലൊക്കെ കാണാം. ഭയങ്കര വലിയ ആലാണ്. ഇതും കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്. ഇത് പണ്ട് വവ്വാലൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് വവ്വാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നുമില്ല, എല്ലാ വവ്വാലും പോയി. അപ്പൊ ഈ കാണുന്നതാണ് ഞങ്ങളുടെ ചെറിയ കാവ്. പാലക്കാട് ഭഗവതി ക്ഷേത്രത്തിന്റെ ചെറിയ കാവാണ് ഈ കാണുന്നത്. താഴത്തെ കാവ് ചെറിയ കാവ് എന്നൊക്കെ പറയും. അപ്പൊ ഇവിടെയും അലങ്കാര പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് പോയി നോക്കിയിട്ട് വരാം. ഇതാണ് ഇവിടെയൊക്കെ അലങ്കാരം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ കാവിൻ്റെ തന്നെ സ്ഥലമാണ്. താഴത്തെ കാവെന്നാണ് ഇത് പറയുന്നത്. താഴത്തെ കാവിലുള്ള അലങ്കാര പണികൾ പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ ഇവിടെ താഴത്തെ കാവിലാണ് കുരുതി തർപ്പണം ചെയ്യുന്നത്. അതിനുള്ള കാര്യങ്ങളാണിത്. അപ്പോൾ ഇവിടെയൊക്കെ അലങ്കാര പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. അവിടെയാണ് കുരുതി തർപ്പണം ചെയ്യുന്നത്. ഇനി ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഇങ്ങനെ ഒന്നിച്ച് വരാറില്ലല്ലോ. ഇപ്പൊ ശാസ്താമാട്ട് ഇവിടെ വരാറില്ല. അപ്പൊ നമ്മൾ തന്നെ ചെയ്യാറാവുന്നത്. ഇത് മണ്ഡപമൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിനി വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാം. 5 മണിക്കാണ് ഇനി പരിപാടി. അപ്പോൾ ഇത്രയുള്ള ഇപ്പോഴത്തെ പരിപാടികൾ. അലങ്കാര പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തിരുമേനിയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരൊക്കെ ചെയ്ത് കഴിഞ്ഞു. ദേശവിളക്കിനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ മേളത്തെ കാവിൽ ചെയ്ത് കഴിഞ്ഞു. ഗുരുതിക്കുള്ള കാര്യങ്ങൾ താഴെ കാവിലും ചെയ്ത് കഴിഞ്ഞു. ഇനി തിരുമേനിമാരാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണത്. 5 മണിക്കാണ് നമ്മുടെ ദീപാരാധന തുടങ്ങുന്നത്. ഇവിടെ മേളത്തെ കാവിൽ 5 മണിക്കാണ് തുടങ്ങുന്നത്. 8 മണിക്കാണ് നമ്മുടെ താഴത്തെ കാവിൽ ഗുരുതി തുടങ്ങുന്നത്. അപ്പോൾ ആ പരിപാടികൾ മാത്രമേ ഉള്ളൂ ഇന്ന്. പിന്നെ നമുക്ക് പടക്കം പൊട്ടിക്കലും ചെണ്ടമേളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ കാണാം. അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്ത എല്ലാവരും ഇനിയുള്ള പരിപാടികൾ കാണാൻ ശ്രമിക്കുക. ഇനിയാണ് നമ്മുടെ ശരിക്കുള്ള പരിപാടി. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. ഇനിയാണ് ശരിക്കുള്ള പരിപാടികൾ. അപ്പോൾ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് അങ്ങനെ നമ്മൾ ഇതേ കുളിച്ച് റെഡിയായി വീണ്ടും കാവിലേക്ക് പോവാണ്. അമ്മയുടെ കയ്യിൽ താലമൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താണ് താലപ്പൊലിയ? താഴത്തെ കാവിലെ ദേവീനെ നമ്മൾ മേലത്തെ കാവിലേക്ക്. അതെ, അപ്പോൾ അതാണ് ആദ്യത്തെ ചടങ്ങ്. അപ്പോൾ നമുക്കിനി എന്തായാലും നേരെ കാവിലേക്ക് പോകും.
താഴത്തെ കാവിൽ ചെണ്ടകൊട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ ഗുരുതിക്കുള്ള പരിപാടികൾ തുടങ്ങി തോന്നുന്നു. നമുക്ക് എന്തായാലും താഴത്തെ കാവിൽ പോയിട്ട് എന്താ പരിപാടി നോക്കിയിട്ട് വരാം.
അടുത്തത് നമ്മുടെ വെടിക്കെട്ടാണ്. അനുപേട്ട സ്പോൺസർ ചെയ്യുന്ന വെടിക്കെട്ടിന് തിരികെ കൊടുത്താൻ പോവാണ്. ആ കാറൊന്നും അങ്ങോട്ട് ബാക്കിലേക്ക്
സ്വാമിയെ ശരണമയ്യപ്പ. ജി ബാബു എത്രയും വരുന്നത് ജി ബാബു. ജി ബാബു അങ്ങനെ വെടിക്കെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് താഴെക്കാവില് ഗുരുതി തർപ്പണമുണ്ട്. ഇനിയപ്പോൾ നമുക്കിനി താഴെക്കാവിലേക്ക് പോവാം. ഇപ്പം മുകളിലത്തെ കാവിലുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ താഴെക്കാവിലേക്ക് പോവാം. ശരണം ശരണം വിനായക ശരണം വിനായക ഗണപതിയേ ഗജമുഖനേ ശരണം ശരണം വിനായക ഗണപതിയേ ഗജമുഖനേ ശരണം ശരണം വിനായക ഗണപതിയേ ഗജമുഖനേ ശരണം ശരണം വിനായക ശരണം ശരണം വിനായക ശരണം ശരണം വിനായക ശരണം ശരണം വിനായക ശരണം ശരണം വിനായക
നമ്മുടെ ദേശവിളക്കും ദേശഗുരുതിയൊക്കെ കഴിഞ്ഞ് അല്ല ദേശഗുരുതിയാണോ അങ്ങനെ പറയുന്നത് ദേശഗുരുതി അങ്ങനെ നമ്മുടെ ദേശവിളക്കും ദേശഗുരുതിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ദേശവിളക്കും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കണം. പിന്നെ ദേശഗുരുതി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പാടില്ല, കാരണം അത് എന്താ അതിന്റെ ഒരു ഐതിഹ്യം. ഭദ്രകാളിക്ക് കുരുതി കൊടുക്കണതല്ലേ നമ്മള്. അപ്പൊ അത് പണ്ടാരും ഇങ്ങനെ സ്ത്രീകളെ ഒന്നും ആദ്യം വരില്ല, പുറത്തെത്താനാണ് പറയണേ. അപ്പൊ ഞാൻ പോയായിരുന്നു അവിടെ. അപ്പൊ എന്റെ അടുത്ത് അവിടെ ചേട്ടൻ പറഞ്ഞു ആദർശ കുറച്ച് കഴിഞ്ഞിട്ട് വാ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി, അപ്പൊ ഷൂട്ട് ചെയ്യാൻ പാടില്ലെന്ന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ഗുരുതി നമ്മൾ എന്തായാലും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഗുരുതിയെ ഷൂട്ട് ചെയ്യാൻ പാടില്ല, നമ്മളത് ദൈവമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സങ്കല്പമാണ്. അപ്പൊ നമ്മള് അതിൽ കൈയടത്തണ ശരിയല്ലല്ലോ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മള് ദേശവിളക്ക് നമ്മുടെ കാവിലെ ദേശവിളക്കായിരുന്നു. എല്ലാ വർഷവും നല്ല ഗംഭീരമായിട്ട് നടത്തുന്നതാണ്. ഇപ്പൊ കൊറോണ കഴിഞ്ഞ് 2019 തുടങ്ങി, പിന്നെ ഇങ്ങോട്ട് ഒന്നുമില്ലായിരുന്നു. ആദ്യമായിട്ടാ പിന്നെ നമ്മള് കാവിലേക്ക് ഒരു നല്ലൊരു കാര്യത്തിനായിട്ട് പോയുള്ളൂ. സാധാരണ രാവിലെ 3 മണി 4 മണി വരെയൊക്കെ ഉണ്ടാവാറുണ്ട് എതിരേൽപ്പ്. എതിരേൽപ്പ്, പിന്നെ മറ്റേ തീക്കോട നടക്കണ, എന്താണ് അതിന്റെ പറഞ്ഞ തീക്കോട നടക്കുന്ന പരിപാടി, മറ്റേ തിളച്ചെണ്ണയില് കൈ മുക്കല, പിന്നെ അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത വർഷം ഉണ്ടാവും. അടുത്ത വർഷം ഉണ്ടാവും. കൊറോണ ചതിച്ചില്ലെങ്കിൽ അതൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അടുത്ത കൊല്ലം നല്ല അടിപൊളിയായിട്ട് അതൊക്കെ കാണാം. ഇത്തവണ അതൊന്നും ഉണ്ടായില്ല. അതൊക്കെ ഉണ്ടാവും വിചാരിച്ച് ഞാൻ പോയത്. പിന്നെ അപ്പോഴാണ് അച്ഛൻ പറഞ്ഞതൊന്നും ഇല്ല ഇത്തവണ. അത് ശരിക്കും ദേശവിളക്ക് എന്താണ്? ദേശവിളക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ദേശത്തുള്ള ആൾക്കാരെല്ലാവരും കൂടി ഒന്നിച്ചു കൂടി, അതായത് നമ്മുടെ കാവില് ദീപസമർപ്പണം പോലെ തന്നെ ചെയ്യണതാണ് ദേശവിളക്ക്. എല്ലാവരും എല്ലാ വീട്ടിൽ നിന്നും എല്ലാവരും വരണം എന്നാണ്. പക്ഷെ ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് അങ്ങനെ അധികം തിരക്കൊന്നും ഉണ്ടായില്ല. തിരക്കുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചിട്ട് സാധാരണ കാവിലൊരു പരിപാടി വരുമ്പോ അധികം ആൾക്കാർ വരാറില്ല. ഞാൻ പ്രതീക്ഷിച്ചത് ഇതിനൊക്കെ ഭയങ്കര ആൾക്കാർ വന്നതല്ലേ, നന്നായിട്ട് ആൾക്കാർ വന്നതാ. ഇതിനും പിന്നെ നമ്മുടെ കാവിലെ ഉത്സവം, മാർച്ചിലെ കാണുന്ന ഉത്സവത്തിന് നന്നായിട്ട് ആളുണ്ടായി. കഴിഞ്ഞ ആളുകളൊന്നും ഉണ്ടായില്ല. അത് കൊറോണ തുടങ്ങിയത് കൊണ്ടല്ലേ. പക്ഷെ കഴിഞ്ഞ തവണ വെച്ച് നോക്കുമ്പോ ഈ തവണ കുറെ ആളുകളുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. നല്ല അത്യാവശ്യം ആളുകൾ ഞാൻ ഞെട്ടിപ്പോയി. ഇത്ര ആളുകൾ വരുമെന്നൊക്കെ വിചാരിച്ചു. അപ്പൊ എല്ലാവരും പരസ്പരം കാണാൻ പറ്റി തന്നെ ഏറ്റവും വലിയ സൗകര്യം. അതാണ് ശരിക്കും പറഞ്ഞാല് ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ വരദാനം. കൊറോണയൊക്കെ വന്ന് ആകെ വീട്ടിൽ മാസ്കും വെച്ച് കിടക്കണമല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായുള്ളൂ. പല ആൾക്കാരെ മനസ്സിലാവണമില്ല. എന്റെ സ്വന്തം ചാച്ചന് രണ്ടും മനസ്സിലായില്ല. അത് ആരാന്നൊക്കെ ചോദിക്കണേ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരാ മാസ്ക് വെച്ചുകൊണ്ടാണല്ലോ കുറെ കാലമാണ്. മാസ്ക് വെച്ച് നമ്മള് പരസ്പരം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ കുറെ മാസ്ക് വെക്കാതെ പിന്നെ കാണുമ്പോ വെച്ച് കാണുമ്പോഴും നമ്മൾ അറിയുന്നില്ല. അത് സച്ചിന്റെ കൂട്ടുകാരന് മനസ്സിലായി, പക്ഷെ ചാച്ചന് എന്നെ മനസ്സിലായില്ല ദൂരെ കണ്ടിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ആളുകളെ പരസ്പരം മനസ്സിലാവാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയി മാസ്ക് വെച്ചിട്ട്. അപ്പൊ ദേശവിളക്കിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്തൊരു കിടിലൻ വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.